നമസ്കാരം കുട്ടികളെ, 5ാം ക്ലാസ്സിലെ സംഖ്യാലോകത്തിലെ നമ്പർ വേൾഡിലെ ഇന്നലെ എടുത്ത ക്ലാസ്സിൻ്റെ ബാക്കിയായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിനു മുൻപുള്ള വീഡിയോ കാണാത്തവർ ഞാൻ താഴെ നൽകുന്നുണ്ട്, അത് കാണുക. അപ്പോൾ ഇന്നലെ പറഞ്ഞിരുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു വെച്ചാൽ, എത്ര ഒന്നുകൾ, എത്ര വൺസ്, ഹൗ മെനി വൺസ് ഇൻ എ നമ്പർ, അതാണ് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തത്. ഇന്നിപ്പോൾ അത് തുടങ്ങിയിട്ട് അതിൽ നിന്നും നമുക്ക് അടുത്തതിലേക്ക് പോവാം. അപ്പോൾ ഇപ്പോൾ കാണുന്ന സ്ക്രീനിൽ കാണുന്ന സംഖ്യ എത്രയാണെന്ന് എല്ലാവർക്കും അറിയാം, 7. അതിൽ 7 എന്ന് പറയുന്ന ഈ നമ്പറിൽ എത്ര ഒന്നുകളുണ്ട്? ഹൗ മെനി വൺസ് ഇൻ 7? എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് 7 വൺസ്, 7 ഒന്നുകൾ, 7 ഒന്നുകളാണുള്ളത്. ഇനി അടുത്തത് ഒന്നുകൂടി പറയാൻ പോവുകയാണ്. ആ സംഖ്യ നിങ്ങൾ വായിച്ച് എഴുതിയ ശേഷം ഉത്തരം പറയണം. എത്ര ഇത് വായിക്കുക? 98,765, 98,765. ഇതിൽ എത്ര ഒന്നുകളുണ്ട്? ഹൗ മെനി വൺസ് ഇൻ 98,765? എല്ലാവർക്കും അറിയുന്നതാണ്, ഇന്നലെ വീഡിയോ കണ്ട് എല്ലാവരും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഉത്തരം വേഗം എഴുതൂ. വേഗം എഴുതിയോ? നോക്കാം എത്ര ഒന്നുകളാണ്. അതെ, 98,765 വൺസ്. 98,765 ഒന്നുകളാണ് ഉള്ളത്. ഇതിൽ എത്ര ഒന്നുകളുള്ളത്? 98,765 ഒന്നുകളുണ്ട്. ഇനി നമുക്ക് പത്തുകളെ പറ്റി പഠിക്കാം. ടെൻസ് അല്ലേ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എങ്കിലും ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഒന്ന് വേഗം ഒന്ന് പോവാം നമുക്ക്. ഇതെത്രയാണ്? 10. ടെൻസ്, 10 എല്ലാവർക്കും അറിയാം അല്ലേ. ഇതെത്രയാ? 20, 20. ഇതിൽ ഈ 20-ൽ എത്ര പത്തുകളുണ്ട്? ഹൗ മെനി ടെൻസ് ഇൻ 20? വളരെ സിമ്പിൾ അല്ലേ, ഉത്തരമൊക്കെ എല്ലാവർക്കും അറിഞ്ഞു. അതെ, 2 ടെൻസ്, 2 പത്തുകളാണ്. അപ്പോൾ എങ്ങനെ 2 പത്തുകൾ കിട്ടിയേ? 2 into 10 അല്ലേ, 2 പത്തുകൾ ചേരുന്നതാണ്. നമുക്ക് നോക്കിയാൽ അറിയാം, ഒരു 10ന്റെ കൂട്ടും വേറൊരു 10ന്റെ കൂട്ടും എടുത്തു വെച്ചാൽ ആകെ 20 എണ്ണമാണ് ഉള്ളതെന്ന് അറിയാം. അപ്പോൾ 2 പത്തുകൾ ചേരുന്നതാണ്, 2 ടെൻസ് ചേരുന്നതാണ് 20, 20. ഇനി അടുത്തതോ 50. ഇത് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഇത് എത്രയാണ്? 50, 50. 50-ൽ എത്ര പത്തുകളുണ്ട്? ഹൗ മെനി ടെൻസ് ഇൻ 50? പറഞ്ഞല്ലോ, അത് തന്നെ. എത്രയാ? 5, 5 ടെൻസ്, 5 പത്തുകൾ. അതിനെ എങ്ങനെ എഴുതാം? ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം നമുക്ക് അല്ലേ. 5 into 10 = 50 ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്പർ 90, 90. ഇത് എത്രയാണെന്ന് എല്ലാവർക്കും അറിയാം. 90, 90. 90-ൽ എത്ര പത്തുകളുണ്ട്? ഹൗ മെനി ടെൻസ് ഇൻ 90? അത് തന്നെ ഉത്തരം, വളരെ ശരി. 9 ടെൻസ്, 9 പത്തുകൾ. 9 into 10 90 ആണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം 9 പത്തുകളാണ് അതിലുള്ളത്. ഇനി അടുത്തത് 100-ൽ എത്ര പത്തുകളുണ്ട്? ഹൗ മെനി ടെൻസ് ഇൻ 100? വളരെ സിമ്പിൾ ആണ് അല്ലേ. എത്ര? യെസ്, 10 ടെൻസ്, 10 പത്തുകളാണ് നമുക്ക് ഉള്ളത്. ഓക്കെ, ശരി. ഇനി ഈ പട്ടിക നോക്കുകയാണ്, ഒന്ന് നോക്കിക്കോളൂ. നമ്പർ ഇവിടെ എഴുതിയിട്ടുണ്ട് ഞാൻ, 30. അതിൽ എത്ര പത്തുകളുണ്ട്? 3 പത്തുകളുണ്ട് അല്ലേ. ഹൗ മെനി ടെൻസ് ഇൻ 30? 3 ടെൻസ്. അതെങ്ങനെ എഴുതാൻ നമ്മൾ എഴുതിയിട്ടുണ്ടല്ലോ അല്ലേ, മുൻപ് എഴുതിയ പോലെ. 3 into 10, 3 into 10. അപ്പോൾ 70 ആണെച്ചാലോ 7 ടെൻസ് ആണ്, 7 പത്തുകളാണ്. 70-ൽ 7 പത്തുകളാണ്. 120-ലോ 12 പത്തുകൾ. വെരി ഗുഡ്. പിന്നെയോ 360-ലോ ഞാൻ ഇവിടെ ഡാഷ് ഇട്ടിട്ടുണ്ട്, എന്തായിരിക്കും വരിക? അതെ, 360-ൽ
ഈ ഒരു 0 കളഞ്ഞാൽ മതിയില്ലേ, 36 കിട്ടും. 36 പത്തുകൾ, 36 tens. എല്ലാറ്റിലും അങ്ങനെയാണ്. ഓരോന്നും നോക്കിക്കേ, 0 അങ്ങോട്ട് കളഞ്ഞു വെച്ചാൽ അതിൻ്റെ ഉത്തരം ആയില്ലേ, അത്രയും പത്തുകളാണ്. അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് അക്കം മാറ്റിയിട്ടുള്ളതാണ് പത്തുകൾ. അടുത്തത് നോക്കിയേ, 780, 780. അപ്പോൾ എത്ര പത്തുകളായിരിക്കും? എത്ര? 78, 78. ഇനി ഇവിടെ ഡാഷ് തന്നിരിക്കുക, നമ്പർ ഏതാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഏതാണ് സംഖ്യ ഏതാണെന്ന് അറിയില്ല നമുക്ക്. ഇവിടെ 99 എത്ര പത്തുകളാണ്, അത് നമുക്കറിയാം. 99 പത്തുകൾ. അപ്പോൾ 99 പത്തുകൾ ചേർന്ന് എന്ത് ചെയ്താൽ മതി? 99 × 10. എളുപ്പത്തിൽ നമ്മളൊരു വഴി പറഞ്ഞിരുന്നു. എങ്ങനെയാണ് ഇതെല്ലാം എളുപ്പത്തിൽ ഇവിടുന്ന് തിരിച്ചു നോക്ക്. 3 ഇവിടെ എന്ത് ചെയ്താൽ മതി? ഒരു 0 ഇട്ടാൽ മതി അല്ലേ. അപ്പോൾ അതുപോലെ ഇവിടെ 99 ഇട്ടിട്ട് ഒരു 0 ഇട്ടാൽ മതി അല്ലേ. അപ്പോൾ 990 വരും, 990 വരും. ഇവിടെ ആണെച്ചാൽ രണ്ടവിടെ ഇല്ല. എത്രയാണ്? 100 × 10. 100 × 10 എത്രയാണ്? ഈ സംഖ്യയാണ് നമ്മളുടെ. അപ്പോൾ 100 പത്തുകളാണ് എന്തായാലും. അപ്പോൾ 100 എഴുതുക, ഒരു 0 കൂടി ചേർത്താൽ എത്രയാണ്? 1000. ഓക്കെ. ഇതിൽ എത്ര പത്തുകളുണ്ട്? 400. ഈ ഒരു 0 വിട്ട് കഴിഞ്ഞാൽ 444. 444 × 10 എന്ന് ഇവിടെ എഴുതണം. ഓക്കെ. കുറച്ചുകൂടി വരുന്നുണ്ട് കേട്ടോ, വലിയ സംഖ്യകളാണ്. ഇത് നിങ്ങൾ തനിയെ ചെയ്യണേ, ഞാൻ പറഞ്ഞു തരില്ല. എല്ലാവരും ചെയ്തോ? വേഗം വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് എഴുതിയെടുക്കുക, അതിനുശേഷം ചെയ്യാം. ഓക്കെ. ഇതിൻ്റെ ഉത്തരവൊന്നും ഞാൻ പറഞ്ഞു തരുന്നില്ല, നിങ്ങൾ എനിക്ക് അയച്ചു തന്നാൽ മതി. അടുത്തതിലേക്ക് പോവാം. 60 എത്ര പത്തുകളുണ്ട്? ഹൗ മെനി ടെൻസ് ഇൻ 60? ഹൗ മെനി ടെൻസ് ഇൻ 60? എല്ലാവർക്കും അറിയാം, ഉത്തരം അറിയാം, ഞാൻ പറഞ്ഞു തരുന്നില്ല, പറയേണ്ട ആവശ്യമില്ല. എന്നാൽ നിങ്ങൾ പറഞ്ഞ ഉത്തരം എത്രയാണെന്ന്? യെസ്, 6 tens. 6 പത്തുകൾ അല്ലേ. അപ്പോൾ അടുത്ത ഒരു ചോദ്യം കൂടി അതിൽ വരികയാണ്. 60 എത്ര ഒന്നുകളുണ്ട്? ഹൗ മെനി വൺസ് ഇൻ 60? ഹൗ മെനി വൺസ് ഇൻ 60? ഓക്കെ. 60 എത്ര ഒന്നുകളുണ്ട്? ഇന്നലെ പഠിച്ചതാണ് നമ്മൾ. 60 എത്ര ഒന്നുകളാ? യെസ്, 60 ones. 60 ഒന്നുകൾ തന്നെ അതിലുണ്ട് അല്ലേ. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 60 എത്ര ഒന്നുകളുണ്ട്? 60 ഒന്നുകളുണ്ട്. 60 എത്ര പത്തുകളുണ്ട്? 6 പത്തുകളുണ്ട് അല്ലേ. ഇത് രണ്ടും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഒരു പട്ടിക തന്നിരിക്കുകയാണ് സാറ്, ഇത് നോക്കൂ. ഈ പട്ടിക നോക്കൂ. നമ്പർ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് എങ്ങനെയാണെന്ന് നോക്കാം. ഒന്നേ ഞാൻ പറഞ്ഞുള്ളൂ കേട്ടോ, പിന്നെ തനിയെ ചെയ്യണേ. സംഖ്യയിൽ 14 14. അപ്പോൾ എത്ര പത്തുകളുണ്ട് എന്നുള്ളതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എത്ര പത്തുണ്ട്? 1. എത്ര ഒന്നുകളുണ്ട്? എത്ര എണ്ണമുണ്ട്? 4. വളരെ എളുപ്പം അല്ലേ. അപ്പോൾ അടുത്തത് എത്രയായിരിക്കും? 27 27 അപ്പോൾ എത്ര പത്തുണ്ടാവും? എത്ര ഒന്നുണ്ടാവും? യെസ്, ഇവിടെ 10ൻ്റെ എഴുതിയിട്ടുണ്ട് ഞാൻ, 2. അപ്പോൾ ഇനി എത്ര ആയിരിക്കും ഒന്നുകൾ? 7 അല്ലേ. ഇനി അടുത്തത് നിങ്ങൾ രണ്ടെണ്ണം നിങ്ങൾ തനിയെ ചെയ്യാം. ഓക്കെ, ശരി. അടുത്തതിലേക്ക് പോകുന്നു. ഉത്തരം ഞാൻ നിങ്ങൾ അയച്ചു തന്നാൽ മതി എനിക്ക്. 27 നിങ്ങൾ എഴുതിയ ഉത്തരം ഇതാണോ? അത് നോക്കുക. നിങ്ങൾ 27ൻ്റെ ഉത്തരം എഴുതിയില്ലേ? എന്താ എഴുതിയ നോക്കാം, ഇതാണോ എന്ന് നോക്കുക. യെസ്, 2 10 and 7 1. അതായത് 2 പത്തുകളും 7 ഒന്നുകളുമാണ്. 2 പത്തുകളും 7 ഒന്നുകളുമാണ് അതിലുള്ളത്. ഞാൻ ഈ ചോദ്യം വേറൊരു രീതിയിൽ തരുകയാണ്. നോക്കിക്കേ. 27 സമം എത്രയാ? ഡാഷ് 10 10 പ്ലസ് 17 1 17 1. നമ്മൾ കഴിഞ്ഞ ഇത് പഠിച്ചത് എത്രയാ? ഇത് നോക്കൂ, 2 പത്തുകൾ 7 ഒന്നുകളുമാണ്. പക്ഷെ ഇവിടെ നോക്കൂ, 7 ഒന്നിന് പകരം എത്ര എഴുതിയിരിക്കുന്നു? 17 1. 17 ones ആണ്. നോക്കൂ, 27. അപ്പം അങ്ങനെയാണ് വെച്ചാൽ ഉത്തരം എത്രയായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. അപ്പോൾ എല്ലാവരും ഉത്തരം എഴുതിയോ? എങ്കിൽ താഴോട്ട് വരാം. ഉത്തരം എത്രയാ? യെസ്, 1 ആണ്. എത്ര? 110 ആണ്. ഇവിടെ 10ൻ്റെ അവിടെ എത്ര വരണ്ടേ? ഇവിടെ ഇതെത്ര വരണ്ടേ? ഇവിടെ 110 ആണ്.
ഒരു 10 ആണ്, ഒരു 10. അതിനെ ഇങ്ങനെ വേണിച്ച് എഴുതാം നമുക്ക്. 27 = 1 × 10 + 17 × 1. 27 = 1 × 10 + 17 × 1. അതായത് 1 × 10 എത്ര? 10 + 17. ഇങ്ങനെ നമ്മൾ വേർതിരിച്ച് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി, എക്സ്പാൻഡ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയെന്നേ ഉള്ളൂ. മനസ്സിലായില്ലേ? അങ്ങനെയാണ് വെച്ചാൽ ഈ 124നെ എങ്ങനെയല്ല എഴുതാം? വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ എഴുതിയ ശേഷമേ ഇതിന് ബാക്കിയുള്ള ഭാഗം കാണാൻ പാടൂ. 124നെ എങ്ങനെയെല്ലാം എഴുതാം? വീഡിയോ പോസ് ചെയ്തോളൂ. ഇനി തിരിച്ചു വരാം, വീഡിയോയിലേക്ക് തിരിച്ചു വരാം. 124നെ എങ്ങനെയെല്ലാം എല്ലാവരും എഴുതി കഴിഞ്ഞല്ലോ. അപ്പോൾ ഇതാ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ രീതിയിലൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഈ രീതി മാത്രമല്ല കേട്ടോ, ദാ ഇവിടെ കുറച്ച് കുത്തുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനിടയിൽ വേണിച്ചാൽ ഈ കുറച്ച് എന്തൊക്കെയോ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് തനിയെ എഴുതാം. അപ്പോൾ നോക്കൂ, ഇതാ ഇതിനെ ഇങ്ങനെ എഴുതാം. എത്ര? 124. 12 10 4 1 ആയിട്ട് എഴുതാം. അല്ലെങ്കിലോ 11 10 14 ഒന്നുകളും എഴുതാം. അല്ലെങ്കിലോ 10 10കളും 24 ഒന്നുകളും എഴുതാം. അങ്ങനെ ഓരോ വിധത്തിലും എഴുതിയിട്ടുണ്ട്. അവസാനം 0 10 10കളെ ഇല്ല കേട്ടോ, 124 ഒന്നുകൾ തന്നെ ആയിട്ട് എഴുതാം വേണമെങ്കിൽ. അതിനെ തന്നെ ഞാൻ കുറച്ചുകൂടി സംഖ്യകളായിട്ട് എഴുതിയിരിക്കുകയാണ് ഇവിടെ. 124നെ 12 × 10, 12 10കൾ നമ്മൾ പറഞ്ഞില്ലേ, 12 10കൾ ഇതാ ഇവിടെ 12 10 4 1. അതാണ് ഇവിടെ ഞാൻ സംഖ്യ എഴുതിയിരിക്കുന്നത്. 12 10 4 1 അങ്ങനെ എല്ലാം എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനിയൊരു പട്ടിക ഞാൻ വീണ്ടും തരാൻ പോവുകയാണ്. നോക്കാം, പട്ടിക നോക്കൂ. വളരെ സൂക്ഷിച്ചെഴുതണേ. ചിലപ്പോൾ എങ്ങനെയൊക്കെയാണ് എഴുതിയിട്ടുണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല. ഞാൻ തിരിച്ച്, അതായത് നേരത്തെ ആദ്യത്തെ പട്ടിക പോലെയല്ല, ഇതിൽ ഇപ്പം നേരെ തൊട്ട് മുൻപ് കാണിച്ചു എന്ന പോലത്തെ തിരിച്ചും മറിച്ചുമൊക്കെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ 78 ആദ്യത്തെ സംഖ്യ, 78. എത്ര 10കൾ ഉണ്ടാവും, എത്ര 1കൾ ഉണ്ടാവും? ഇത് ഞാൻ പറഞ്ഞുതരാം, വളരെ സിമ്പിളായിട്ടുള്ള. 7 10കളും 8 1കളും. ഓ, വളരെ സുഖം അല്ലേ? എളുപ്പമായിട്ടുള്ള കാര്യം. അടുത്തത് 567, 567. അപ്പോൾ ഇവിടെ 50 എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണ് വെച്ചാൽ ഇവിടെ എത്രയാണ് വരിക? 50 ആണെങ്കിൽ ഇവിടെ എത്ര വരും? 567ൻ്റെ കാര്യം ഒന്ന് നോക്കാം. എത്ര? 50 10കളാണ് തന്നിരിക്കുന്നത്. അതിനെപ്പറ്റി ഒന്നുകൂടി വിശദമായി ഞാൻ പറഞ്ഞുതരാം. ബാക്കിയുള്ളത് രണ്ടെണ്ണം നിങ്ങൾ തനിയെ ചെയ്യണം. ഇത് മനസ്സിലാക്കിയിട്ട് അതിനുശേഷം തനിയെ ചെയ്യണം. ഇതാ 567, 567. അതിനെ നമ്മൾ സാധാരണ മുൻപ് പറഞ്ഞ രീതിയിൽ എഴുതുകയാണെന്ന് വെച്ചാൽ 56 10, 56 10s + 7 1s, 7 1കളാണ് എഴുതേണ്ടത്. 56 ഗുണിക്കണം 10 + 7 ഗുണിക്കണം 1, അതായത് 56 10കളും 7 1കളാണ് എഴുതേണ്ടത്. എന്നാൽ നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിൽ നോക്കൂ, 50 10കളേ ഉള്ളൂ, 50 10കളേ ഉള്ളൂ. അപ്പോൾ ബാക്കി എവിടെ വരണം? ഇവിടെ 1ൻ്റെ സ്ഥാനത്ത് വരണം. അതെങ്ങനെയായിരിക്കും ഒന്ന് നോക്കാം. ഇതാ 50 10കളും എന്ന് പറഞ്ഞു വെച്ചാൽ 50 ഗുണിക്കണം 10 500 ആണ്. 50 ഗുണിക്കണം 10 500 ആണ്. അങ്ങനെയാണെങ്കിൽ ബാക്കി എത്ര ഒന്നുകൾ അത് നിങ്ങൾക്ക് കണ്ടെത്താൻ അറിയാം. ആകെ എത്രയാണ്? 567 ആണ്. അപ്പോൾ 567ൽ നിന്നും 500 എന്ത് ചെയ്താൽ മതി? കുറച്ചു വെച്ചാൽ നിങ്ങൾക്ക് എത്ര ഒന്നുകളാണ് എന്ന് കിട്ടും. ശരിയല്ലേ? അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ ബാക്കി കുറച്ച് കണക്ക് കൂടി തരാം. ഇത് കുറച്ചുകൂടി വലുതാണ്, ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ചെയ്യണേ. എന്നിട്ട് എനിക്ക് അയച്ചു തരണം. ഉത്തരങ്ങൾ അയച്ചു തരണേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ 100ാം സ്ഥാനത്തിൻ്റെ പ്ലേസ് വാല്യൂ 100, സ്ഥാനവില 100നെ പറ്റി നമുക്ക് പറയാം. നന്ദി, നമസ്കാരം.